കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ പകൽക്കാലം വിശുദ്ധ സഭായോഗമായി ഞങ്ങൾക്ക് ഭവനത്തിൽ കൂടി വരുവാൻ കർത്താവ് തന്ന വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്നുള്ള വചനത്തിൻ്റെ ആ വാഗ്ദത്ത പ്രകാരം കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഉള്ളതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ബഹുഭൂരിപക്ഷം ജനം കടന്നു വരുമ്പോൾ കർത്താവ് അവരുടെ മധ്യത്തിൽ ഉണ്ടെന്നുള്ളതൊക്കെ തെറ്റായ വ്യാഖ്യാനമാണ്. ദൈവവചന വ്യവസ്ഥപ്രകാരം അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൂടി വന്നാലും കോടികൾ കൂടി വന്നാലും ഒരു പ്രയോജനമില്ല എന്ന് ഞാൻ അത് മനസ്സിലാക്കിയ ആളാണ്. അതുകൊണ്ട് എൻ്റെ സന്തോഷം 2 പേർ, ഇനി വചനത്തിലൂടെ ഒരു പഠനം ഞാൻ തരാം. പസ്മോസ് ദ്വീപിൽ ഡൊമിഷ്യൻ ചക്രവർത്തിയാൽ നാടുകടത്തപ്പെട്ട സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ അപ്പോസ്തലൻ ഒറ്റയ്ക്ക് കിടക്കുക. താനും ദൈവവുമായിട്ടൊരു കൂട്ടായ്മ അവിടെ കൊടുത്തില്ലേ? കർത്താവ് കൊടുത്തില്ലേ? സ്തോത്രം. യോഹന്നാൻ എഴുതിയ വെളിപ്പാട് പുസ്തകത്തിൽ ഞാനത് നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ വേണം. സ്തോത്രം. നിങ്ങളുടെ സഹോദരനും യേശുക്രിസ്തുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പസ്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി, അത് തെറ്റായ ഒരു പ്രയോഗമാണ്. KJV ട്രാൻസ്ലേഷനിലും ശരിയായ അർത്ഥം പഠിക്കുമ്പോൾ സ്തോത്രം, ഐ വാസ് ഇൻ സ്പിരിറ്റ് ഓൺ ദ ലോർഡ്സ് ഡേ, ഞാൻ ആത്മാവിലായി. വേദപുസ്തകത്തിൽ ഇങ്ങനെ കുറേ തിരുത്തുകളുണ്ട് കേട്ടോ. അത് ആധികാരികമായി ദൈവവചനം ഫലമേൽപ്പിക്കപ്പെട്ട ദൈവദാസന്മാരിൽ നിന്ന് മാത്രമേ നമുക്ക് കറക്ഷൻ കിട്ടത്തുള്ളൂ. ഇന്ന് കാണുന്ന ലോകത്തുള്ള എല്ലാ പാസ്റ്റർമാരിൽ നിന്ന് കിട്ടത്തില്ല. കാരണം അവർ സ്തോത്രം ഭൗതികത്തിന് വേണ്ടിയൊക്കെ ദൈവവചനം പ്രസംഗിക്കുന്നവർക്ക് ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കത്തില്ല. അവരിങ്ങനെ അവർ കിട്ടിയതനുസരിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ആത്മാവിലായി, ഐ വാസ് സ്പിരിറ്റ് ഓൺ ദ ലോർഡ്സ് ഡേ, ദൈവ കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മാവിലായി, വിവശനാകുകയല്ല ചെയ്തത്. ഇന്ന് ആത്മാവ് വരുമ്പോൾ പലരും വിവശനായി, പരവശനായി, അവശനായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. പലരെയും ദൈവാത്മാവ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഒരു വ്യത്യാസമൊന്നും അവരിൽ കാണുന്നില്ല. ബലമില്ല, ശക്തിയില്ല. കാര്യം ആത്മാവ് ഉണ്ടെങ്കിലും ആത്മാവിൽ ശക്തിപ്പെടുന്നില്ല, ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്നില്ല. എന്നെ അത് കർത്താവ് തന്നെയാണ് നേരിട്ട് പഠിപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ശൗല് പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ, ശൗല് 9-ാം അധ്യായത്തിലാണ് ശൗലിൻ്റെ മാനസാന്തരം. അനന്യാസിൻ്റെ കീഴിൽ താൻ പ്രാർത്ഥനയാൽ സ്നാനപ്പെട്ട് അല്പശക്തിയോടെ താൻ മുമ്പോട്ട് വരുന്നതായിട്ട് കാണാൻ കഴിയും. ക്രൂശിൻ്റെ എനിമി, ശത്രുവായിരുന്ന പൗലോസ്, ദി എനിമി ഓഫ് ക്രൈസ്റ്റ്, ദൈവസഭയ്ക്കും ദൈവജനത്തിനും ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിക്കും ശത്രുവായിരുന്നവനെ കർത്താവ് ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച്, ഇന്ന് സിറിയയിലാണ് ആ സ്ഥലം എന്നെ ഓർമ്മ, അവിടെ വെച്ച്, ആ സിറിയയിലൊക്കെ ഇന്ന് രക്തം ചൊരിഞ്ഞുകൊണ്ടിരിക്കുക, സിറിയയൊക്കെ അടിച്ചു പൊളിക്കുക. കാരണം ഇസ്രയേലിനെതിരെ ശക്തമായ പ്രതികൂലങ്ങൾ അടിച്ചുവിടുന്ന സിറിയയൊക്കെ ദൈവം പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. സിറിയയിലൊക്കെ ദൈവമക്കളുണ്ടായിരുന്നു. പൗലോസിൻ്റെ മാനസാന്തരം സിറിയയിൽ വെച്ചല്ലേ? ദമസ്കോസ് എന്നൊക്കെ പറയും അതിനെ. സ്തോത്രം. അപ്പോൾ ആ പൗലോസ് മാനസാന്തരപ്പെട്ട് വന്ന അന്ന് മുതൽ ആ അധ്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയേക്കുന്നത്? ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം മറന്നുപോയൊരു വിഷയമാണ് ഞാൻ ഈ പറയുന്നത്. ശൗൽ മേൽക്കുമേൽ എന്ത് ചെയ്തു? ശക്തി പ്രാപിച്ചു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ശക്തി പ്രാപിക്കാനാ. സ്തോത്രം. ചക്കയ്ക്കും മാങ്ങയ്ക്കും തേങ്ങയ്ക്കും വേണ്ടി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പെന്തക്കോസ് വരാട് ഞാനങ്ങ് തുറന്നു പറയട്ടെ, നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കേണ്ടത് ശക്തി ആർജിക്കാനാ. കഴിഞ്ഞ ദിവസം തലയിലപ്പറമ്പിൽ മീറ്റിങ്ങിൽ ഈ വിഷയം കയറി വന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിന് പുറമേ ഉള്ളവനെ എത്രത്തോളം അലങ്കരിക്കാമോ, എത്രത്തോളം സൗന്ദര്യവൽക്കരണം നടത്താമോ അങ്ങനെ നടത്തിക്കൊണ്ട് പോവുക. വിശ്വാസികൾ പോലും, ലോകമനുഷ്യർ ചെയ്യട്ടെ. ഇപ്പം പൊട്ടിയിട്ടില്ലെങ്കിൽ സിനിമാ നടി അഭിനയിക്കാൻ പറ്റത്തില്ല. അതുപോലെയുള്ള പേക്കോലമാണ് അവരുടെ ഒറിജിനൽ സൗന്ദര്യം കണ്ടാൽ നമ്മൾ മൂക്കത്ത് വിരൽ വയ്ക്കും. ഹല്ലേലൂയ.
ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ നല്ല ഭംഗിയായിട്ടൊക്കെ തന്നെ ഇരുന്നത്. വാർദ്ധക്യത്തിലായപ്പോൾ മുഖമൊക്കെ ചുളിഞ്ഞു, മുടിയൊക്കെ നരച്ചു. ഇനി അതിനെ കറുപ്പിക്കാനുള്ള തീരുമാനമൊന്നുമില്ല. കറുത്തത് കറുത്തത് തന്നെ. കർത്താവ് പറഞ്ഞു ഒരു മുടി വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ ആർക്കും കഴിയില്ല. നമ്മുടെ ഭാര്യ ഇടയ്ക്ക് പറയാറുണ്ട്, കർത്താവ് ചുമ്മാ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് കഴിയുമെന്ന്. തെളിയിച്ചുകൊണ്ടിരിക്കുകയെന്ന് പെന്തക്കോസ്തുകാർ. തെളിയിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് 1 പത്രോസ് 2-ാം അധ്യായത്തിലെ 1 പത്രോസ് 2:1 സകല ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ 5 വിധ പാപത്തിൽപ്പെട്ട വ്യാജഭാവമാണ് ഇതെന്ന് പെന്തക്കോസ്തുകാരൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇതൊന്നും പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാമെന്നുള്ള നിൽക്കാൻ ശ്രമിക്കാമെന്ന് പൗലോസ് ഉപദേശം തന്നിരിക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെ ചെയ്യും. കർത്താവിൻ്റെ സ്വഭാവം എന്തായിരുന്നു? വചനം വസ്തുനിഷ്ഠമായി കർത്താവ് പഠിപ്പിച്ചു ജനത്തെ. ഹല്ലേലൂയ. മത്തായി 22:16 എന്ന് വായിച്ചാട്ടെ. ഇവിടെ പോയി വായിക്കും. മത്തായി 22:16, മർക്കോസ് 12:14. കർത്താവ് എങ്ങനെയാ ഉപദേശിച്ചെന്ന് നമുക്ക് നോക്കാം. മർക്കോസ് 12:14 ഞാൻ വായിക്കും. മത്തായി. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, മത്തായി 22:16 വായിക്കുന്നത്. 22:16, 12:14 മർക്കോസ. ഹല്ലേലൂയ. സ്തോത്രം. മത്തായി 22:16. ഗുരു നീ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആകയാൽ ആരെയും ശങ്കയില്ലാത്തവനും ആകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. മർക്കോസ് ഞാൻ വായിക്കാം. 12:14 വായിക്കാം. ഗുരു നീ മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നത് കൊണ്ട് നീ സത്യവാനും ആരെയും ഗണ്യമാക്കാത്തവനും എന്ന് ഞങ്ങൾ അറിയുന്നു. എല്ലാവർക്കും ബഹുമാനം കൊടുത്ത് എല്ലാവരെയും ഗണ്യമാക്കി എല്ലാവരെയും സോപ്പ് സൂപ്പ് സാൽവേഷൻ എന്ന് പറയുന്ന പോലെ പോയാലൊന്നും ജനം നന്നാകത്തില്ല. ഇന്നത്തെ ആത്മീയ ഗോളം ജീർണിച്ച് കിടക്കുന്നത്, ചീഞ്ഞളിഞ്ഞ് കിടക്കുന്നതിൻ്റെ പ്രധാന കാരണം സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കാത്തത് കൊണ്ടാണെന്ന് എൻ്റെ പ്രബുദ്ധരായ കേൾവിക്കാർ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഈ വചനമൊന്നും നമ്മൾ കുത്തിയിരുന്ന് വായിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല, ഒന്നും പിടികിട്ടത്തില്ല. വചനം ഭരമേൽപ്പിക്കപ്പെട്ട ദൈവദാസന്മാർ ആധികാരികമായി അത് പ്രസംഗിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെട്ടു വരികയുള്ളൂ. എല്ലാവർക്കൊന്നും മർമ്മങ്ങൾ കിട്ടത്തില്ല. മർമ്മം, മിസ്റ്ററി. എന്താണ് മിസ്റ്ററി? ദൈവം തൻ്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചിരിക്കുന്നതും ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ വെളിപ്പെട്ടു വരുന്നതും അതെല്ലാവർക്കും ഇല്ല. ആഗ്രഹിക്കുന്നവർക്ക്, ദൈവം ആഗ്രഹിക്കുന്നവർക്ക്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക്, ദൈവത്തിൻ്റെ ആലോചനയ്ക്കനുസരിച്ച് പോകുന്നവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. അല്ലാത്തവർക്ക് കിട്ടത്തില്ല ഇത്. അങ്ങനെ കിട്ടിയെങ്കിൽ നമ്മുടെ ആത്മീയ ഗോളം നന്നായി തന്നെ. ബാബു ജോൺ വേട്ടമല പാസ്റ്റർ പറയുന്ന പദം ഞാൻ എപ്പോഴും പറയും, എല്ലാ ദിവസവും പറഞ്ഞാലും കുഴപ്പമില്ല. അനുകരിക്കാൻ കൊള്ളാകുന്ന ഒരു ആത്മീയ നേതാവ് നമ്മുടെ ഇന്നത്തെ സംഘടനകളിലില്ല. ജീർണിച്ചു പോയി, ദൈവത്തിൽ നകന്നുപോയി. ഭൗതിക സമ്പത്തും ലോകത്തിൻ്റെ ജ്ഞാനവും കയറിയപ്പോൾ ഇവരെല്ലാം അഹങ്കാരികളായി മാറി. തന്നിമിത്തം ആത്മീകം വെറും തൊട്ട് തേച്ചതുപോലെ, വെറ്റിലേരി ചുണ്ണാമ്പ് തേച്ചതുപോലെ ആത്മീകം തേച്ചുകൊണ്ട് നടക്കുക. അത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പോകും. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വചനം വസ്തുനിഷ്ഠമായി സത്യസന്ധമായി പ്രസംഗിക്കപ്പെട്ടാൽ മാത്രമേ അത് കേട്ട് ജനത്തിന് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാവിലെ ഒരു വാത്സല്യ സഹോദരൻ, പേരും ഒന്നും ഞാൻ പറയുന്നില്ല, ആരുടെ പേരും നാളും ഒന്നും ദേശം ഒന്നും പറയുന്നില്ല, ടെലിഫോൺ വിളിച്ച് തന്നെ ഒരു വിഷയം, ഒരു സംശയം നിവാരണം വരുത്തി. ആ സംശയം നിവാരണം നല്ലതാണ്. ഇങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾ ദയവായി ചോദിക്കുക. എനിക്കറിയാമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ചും ദൈവവചനം പരിശോധിച്ചും ഞാൻ പറഞ്ഞുതരാം. എനിക്കതേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ അറിവുകൾ, എൻ്റെ പ്രസ്താവനകൾ വചനത്തിൽ അധിഷ്ഠിതമായിരിക്കും, വചനം വിട്ടായിരിക്കത്തില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറയത്തില്ല. വല്ലയിടത്തും വല്ലവരും പറയുന്നത് ഞാൻ പറയത്തില്ല.
സത്യവേദ പുസ്തകത്തിൽ നിന്നുകൊണ്ട് ആധികാരികമായി ഞാൻ മറുപടി പറയും. ആ വാക്യം സംശയം ഇങ്ങനെയാണ്, ആവർത്തനം 18-ന്റെ 20, 21, 22 വാക്യങ്ങൾ. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എൻ്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യ ദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. അത് യഹോവ അരുളി ചെയ്യാത്ത വചനമെന്ന് ഞങ്ങൾ എങ്ങനെ അറിയുമെന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ, ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളി ചെയ്തതല്ല, പ്രവാചകൻ അത് സ്വയമായി സംസാരിച്ചതത്രേ, അവനെ പേടിക്കരുത്. ഇതാണ് പഴയ നിയമത്തിലെ ഒരു പ്രവചന ഭാഗം ഒരു സഹോദരൻ സംശയമായിട്ട് എടുത്തു ചോദിച്ചത്. ഞാൻ ഈ ക്ലിപ്പിൽ ചിലപ്പോൾ ഇച്ചിരി സമയം മുഖോരയിൽ കൂടിപ്പോകും, ദൈവമക്കൾ ക്ഷമിക്കുക. നമ്മുടെ പഠന വിഷയം 1 യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യം. അതുകൊണ്ട് ഈ ഒരു ക്ലിപ്പ് ഒരു പക്ഷേ ഇതിനൊരു സംശയ നിവാരണമായിട്ട് അല്പസമയം കൂടിപ്പോയാലും ദൈവമക്കൾ ക്ഷമിച്ചോണം. കാരണം ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രവചനം, പ്രൊഫസി. വേദപുസ്തകം ഒരു പ്രവചന പുസ്തകമാണ്. വിശുദ്ധ പ്രവാചകന്മാർ പ്രവചന വചനം. അതിന് പത്രോസ് പറയുന്ന 2 പത്രോസ് 3-ാം അധ്യായത്തിൽ 1-ാം വാക്യം ഒന്ന് വായിക്കാം. 2 പത്രോസ് 3-ന്റെ 1 ഇപ്പോൾ വായിക്കും, ശ്രദ്ധിച്ചാട്ടെ. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ, വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും. അപ്പൊ ശ്രദ്ധിക്കണേ, വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളുണ്ട്. അത് ഉൽപ്പത്തി മുതൽ മലാഖി വരെ. ഇനി അടുത്ത് പറയുന്നത് ശ്രദ്ധിക്കണേ, നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവ് രക്ഷിതമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണം. മതി. ഈ വേദഭാഗത്തിൽ നമ്മൾ വചനം പഠിക്കുമ്പോൾ 25 വർഷം ഒരു പെന്തക്കോസ്തുകാരനായി തെക്കും വടക്കും പാട്ടും പാടി നടന്നവനാണ് ഞാൻ. ഇന്നത്തെ സഹോദരന്മാർ തുള്ളുന്ന പോലെയല്ല. ഞാൻ തുള്ളിയ ഫേനിൽ പോയി മുട്ടും, അത്ര പൊക്കത്തിൽ തുള്ളുക, ചാടുക. എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കും അറിയുന്നില്ല, തുള്ളിക്കുന്നവനും അറിയത്തില്ല. ഇന്ന് അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നേ. എന്തിനാടാ തുള്ളുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും തുള്ളുന്നു, ഞാനും തുള്ളുന്നു. ദൈവമക്കളെ, അടിമുടി തെറ്റിക്കിടക്കുക ഇന്നത്തെ ആത്മീയ കോളം. സത്യവചനം, പഥ്യവചനം, പഥ്യോപദേശം പുറംകാലം കൊണ്ട് തട്ടിക്കളഞ്ഞപ്പോൾ ദൈവസഭ തകർന്ന് തരിപ്പണമായി കിടക്കുക. ആ കൂട്ടത്തിലുള്ളവരായി ഇന്ന് കിടക്കുന്ന ആത്മീയ കോളത്തിൽ കിടക്കുന്ന 98% എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തരാകാനായിട്ട് ശ്രമിക്കണമേ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ കാല് പിടിച്ച് നിങ്ങളോട് അപേക്ഷിക്കുക. കർത്താവും അപ്പോസ്തലന്മാരും പറഞ്ഞ വചനത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പന. അപ്പം അത് മുൻപറഞ്ഞ വചനങ്ങൾ പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ മുഖാന്തരം തന്ന കൽപ്പന, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങൾ. 2 തെസ്സലോനിക്കർ 2:15. ഇത് വ്യക്തമായി മനസ്സിലാക്കണം. ഇനി എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ച്. എബ്രായർ 1:1 ഇത് 2 വാക്യങ്ങൾ. ഇത് പറഞ്ഞിട്ടാണ് ഇതിന് മറുപടി പറയാൻ പോകുന്നത്. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവിടെ നിൽക്കട്ടെ. ദൈവം പണ്ട് ഭാഗമായി. ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പെൻസേഷൻ, യുഗങ്ങൾ. ഓരോ യുഗങ്ങളിൽ നിഷ്പാപയുഗം, 1-ാമത്തെ യുഗം ആദാമിൻ്റെ സൃഷ്ടി മുതൽ വീഴ്ച വരെ. മനസ്സാക്ഷി യുഗം ആദാമിൻ്റെ വീഴ്ച മുതൽ ജലപ്രളയം വരെ. മാനുഷിക ഭരണയുഗം നോഹയുടെ കുടുംബവും പെട്ടകത്തിൽ നിറങ്ങിയൽ മുതൽ അബ്രഹാമിൻ്റെ വിളി വരെ. അടുത്ത 4 വാഗ്ദത്ത യുഗം, അബ്രഹാമിനോടുള്ള വാഗ്ദത്തം മുതൽ ന്യായപ്രമാണം വരെ. 5-ാമത്തെ യുഗം എന്ന് പറയുന്നത് ന്യായപ്രമാണ യുഗം, ന്യായപ്രമാണം ലഭിച്ചത് മുതൽ ക്രിസ്തു വരെ. 6 ഇതിപ്പോൾ കൃപായുഗം, യേശുക്രിസ്തു മുതൽ, അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിൻ്റെ വഴികാട്ടിയാകുന്നു. ആക്ച്വലി യോഹന്നാൻ സ്നാപകനും ന്യായപ്രമാണ യുഗത്തിൻ്റെ അവസാന കണ്ണിയായിട്ട് വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. യേശുക്രിസ്തു മുതൽ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ, മേഘപ്രത്യക്ഷത വരെ കൃപായുഗം. ഇനി അടുത്ത് 9 യുഗം ഞാൻ പറയാം, പഠിക്കുന്നവർക്ക് വേണമെങ്കിൽ പഠിക്കാം. മഹോദ്രവ യുഗം, കർത്താവ് സഭയായിട്ട് മാറ്റപ്പെട്ടതിന് ശേഷം യേശുക്രിസ്തുവിൻ്റെ കിരാത ഭരണകാലം.
ഒന്നുകൂടി എടുത്തു പറയാം, കൈവിടപ്പെട്ടു പോയ പെന്തക്കോസുകാരെ അയ്യം വിളിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ മരണം അന്വേഷിക്കും, മരണത്തിന് കൊതിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു മെസ്സേജിൽ പറഞ്ഞു. ആ കാലഘട്ടം അതാണ് ഏത് മഹോദ്രകാലം, മഹോദ്രവയുഗം. അത് കഴിഞ്ഞിട്ട് ഈ ഭൂമിയെ മുഴുവൻ ചുട്ടരിച്ച് സഹസ്രാബ്ദ യുഗം, ഈ മഹോദ്രകാലം കഴിഞ്ഞിട്ട് 1000 ആണ്ട് വാഴ്ച നടക്കും. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് അതിനാണ് സഹസ്രാബ്ദ യുഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞതിന് ശേഷം നിത്യയുഗം, പുതുവാന ഭൂമിയിലെ വാസം. അങ്ങനെയാണ് യുഗങ്ങളെ വേദപണ്ഡിതന്മാർ തിരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? കൃപായുഗം. അപ്പൊ കൃപായുഗത്തിലെ പ്രമാണം ആരാ തന്നിരിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവ് രക്ഷിതമായും തന്ന കൽപ്പന. നമ്മൾ ഈ മോശയുടെ പ്രമാണത്തിലെ പ്രവചന വാക്യങ്ങൾ എടുത്ത് ആരെങ്കിലുമൊക്കെ പറയുകയോ പ്രവചിക്കുകയോ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അത് ആ കാലഘട്ടത്തിലെ പ്രവചനമാണ്. ഇനി ആ പറഞ്ഞിരിക്കുന്ന ഈ സഹോദരങ്ങൾ ചോദിച്ചിരിക്കുന്ന സംശയം, അതിലെ ആശയം വേണമെങ്കിൽ നമുക്ക് എടുക്കാം. കാരണം ഒരു കള്ളപ്രവചനം പറയുന്നത് അതിലെഴുതിയിരിക്കുന്ന പോലെ നിറവേറുന്നെങ്കിൽ കള്ളപ്രവചനമാണെന്ന് നമുക്ക് കരുതാം. അത് ഞാനങ്ങ് വിടുകയാണ്. നമുക്ക് പുതിയ നിയമത്തിലെ പ്രവചനത്തിലേക്ക് വരാമെന്നേ. എന്തിനാ നിങ്ങൾ മോശയുടെ അടുക്കലേക്ക് പോണേ? നിങ്ങളെല്ലാം മോശയുമായിട്ട് നിങ്ങൾക്ക് വല്ല ബന്ധമുണ്ടോ? അത് ഞാൻ ചോദിക്കുക, എനിക്ക് മനസ്സിലാകാതെ ചോദിക്കുക. മോശയും നിങ്ങളുമായിട്ട് എന്താ ബന്ധം? യഹൂദ പാരമ്പര്യത്തിൽ ജനിച്ചവരാണോ? ഈ സംശയം ചോദിച്ചവരോട് എല്ലാവരോടും ഞാൻ ചോദിക്കുക കേട്ടോ, സ്നേഹത്തിന്റെ ഭാഷയിൽ ചോദിക്കുക. എൻ്റെ വാക്കുകൾ ഗൗരവമായിരിക്കും, നിങ്ങൾ വേറെ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കരുത്. ഞാൻ ഗൗരവത്തോടെ തന്നെ പറയുള്ളൂ. കാരണം ഗൗരവത്തോടെ പറഞ്ഞാൽ ഇത് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ കഠിനഭാഷയല്ല ദൈവജനം പറയുന്നത്. മനസ്സിലായില്ലേ? വരവര വേശ എന്ന് പറഞ്ഞ് പാട്ട് പാടി പേട്ടുവർത്താനം പറയുന്നതല്ല വചനപ്രഘോഷണം. ഗൗരവത്തോടെ പറയേണ്ടത്, ഗൗരവത്തോടെ. സ്തോത്രം. നമ്മൾ മോശയുടെ കാലത്ത് ജീവിച്ചിരുന്നവരല്ല. മോശയുടെ പ്രമാണത്തിൽ അധിഷ്ഠിതമല്ല ന്യായപ്രമാണം പറയുന്നത്. ന്യായപ്രമാണത്തിന് കീഴുള്ളവരോടാണ്. റോമർ 3:19. ന്യായപ്രമാണം പറയുന്നത് ന്യായപ്രമാണത്തിൽ നാം ന്യായപ്രമാണത്തിൽ കീഴുള്ളവരല്ല. റോമർ 6:7 തോന്നുന്നു. നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരാ. നാം പുതിയ നിയമസഭയാ. അത് തെളിയിക്കാൻ ഒന്നുകൂടി പറയാം. കാരണം ഇവർക്കൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത സഹോദരങ്ങളുണ്ട്. എനിക്കത് ഭയങ്കര വേദനയായിരിക്കും ഹൃദയത്തിൽ. 100 പ്രാവശ്യം കേട്ടാലും പിന്നെയും സംശയം ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ ചോദിച്ചത് ഒരു പല സംശയമല്ല, വേറെ പല സംശയങ്ങൾ പലരും ചോദിക്കാറുണ്ട്. നമ്മൾ ആരാണെന്ന് പറഞ്ഞുതരാം. എഫേസ്യ ലേഖനത്തിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ജാതികളാണ് നമ്മൾ. അതിക്രമങ്ങളിലും പാപങ്ങളിലും, ആദാമ്യ പാപത്തിലും നമ്മുടെ അതിക്രമങ്ങളിലും നമ്മൾ മരിച്ചവരായിരുന്നു. അവരെ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അപ്പോൾ ഇപ്പോൾ അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവല്ലല്ലോ, ദുഷ്ട സാത്താൻ്റെ ആത്മാവല്ലേ. ആ ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നവരായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മളെ എന്ത് ചെയ്തു? കർത്താവ് ഉയർപ്പിച്ചു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പ് നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. ജാതികളായ നമ്മൾ ദൈവകോപത്തിന് ഇരയായിരുന്നവരായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിച്ചു. യേശു ക്രിസ്തു എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചപ്പോൾ ആത്മീകമായി ഉയർപ്പ് കിട്ടി സഹോദരങ്ങളെ നമുക്ക്. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ മക്കളായി മാറി. അങ്ങനെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്ഥാനപ്പെട്ട് വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അന്യഭാഷയിൽ ആരാധിക്കുകയും അന്യഭാഷയിൽ പാടുകയും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയും ആത്മനിറവും ജീവിതം നയിക്കുകയും ആത്മഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യേണ്ട വ്യക്തികളാണ് നമ്മൾ. ഇവിടെ മോശയുടെ പ്രമാണത്തിൽ കിടന്ന് ഉരുളല്ലേ ദൈവത്തെ ഓർത്ത്. നിനക്ക് കിട്ടിയ പ്രമാണം നീ പഠിക്കേ. ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ ഒരു ഉദാഹരണം പറയാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നാണെന്ന് തോന്നുന്നു. അത് നിങ്ങൾ കേൾക്കുമ്പോൾ അറിയാം. എൻ്റെ വൈഫ് എനിക്ക് കത്തയക്കുന്നത് അവിടെ ഞങ്ങളുടെ കമ്പനിയുടെ ലെറ്റർ ബോക്സിൽ വരും. അതൊരു എത്തോപ്യനായ ഒരു വ്യക്തി അത് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഞങ്ങളുടെ റൂമിൽ കൊണ്ടുവന്നിടും. ഓരോരുത്തർക്കും, ഞങ്ങൾ 4 പേര് താമസിക്കുന്ന റൂമാണ്, ഞാനും 3 മുസ്ലിം സഹോദരങ്ങൾ. ആ റൂമിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ മേശപ്പുറത്ത് കത്ത് കിടക്കും. അതിൽ അലിയുണ്ട്, പിന്നെ ബഷീറുണ്ട്, പിന്നെ വേറൊരു സഹോദരൻ പേര് പുറത്തുപോയി. പിന്നെ 4 പേരുണ്ട്. 4 പേരുടെ പേരിലുള്ള കത്തുകൾ അവിടെ കിടക്കും. ഈ കത്ത് കിടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ കത്ത്
മേശപ്പുറത്ത് കിടപ്പുണ്ടാവും. ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ വന്ന് അലിയുടെ കത്തെടുത്തോ ബഷീറിന്റെ കത്തെടുത്തോ വായിച്ചു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും? പണി കിട്ടിയത് തന്നെ. പട്ടിപ്പലിശയ്ക്ക് മേടിച്ചതും കാശ് കൊടുത്തതും പിന്നെ എന്താണ് അങ്ങനെ വേണ്ട ഒത്തിരി ക്രമക്കേടുകളോ, കാരണം ഇവർ ഈ ഒത്തിരി ദുഷ്കാര്യങ്ങൾ ചെയ്യുന്നവരാണല്ലോ. ഇവരുടെ കത്തുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും വഴക്കും വക്കാണോ ഒക്കെ ആയിരിക്കും. ഞാനത് വായിച്ചാൽ എനിക്കെന്താ പ്രയോജനം? എനിക്ക് എൻ്റെ ഭാര്യ അയക്കുന്ന കത്ത്, എന്നോടുള്ള സന്ദേശം, മകളുടെ അല്ലെങ്കിൽ ബന്ധുക്കാരുടെ ഇന്നയാളുടെ കല്യാണം, ഇന്ന സ്ഥലത്ത് വീട് കയറി താമസം ഉണ്ടായി, അങ്ങോട്ട് പോകണം, കാശ് വേണം, കൊച്ചിന് ഫീസ് കൊടുക്കണം, കാശ് വേണം, ഒരു വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അയക്കുമ്പോൾ എനിക്കുള്ള മെസ്സേജ് എൻ്റെ ഭാര്യ അയക്കുന്നതാണ്. അതാണ് ഞാനെടുത്ത് വായിക്കുന്നത്. വല്ലവരും അയച്ചതെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? സെയിം തിയറി തന്നെ ഇത് ആത്മീയത്തിൽ ചിന്തിച്ചാൽ മതി. ദൈവം പണ്ട് ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു. പെന്തക്കോസ്ത് സമൂഹമേ, നിങ്ങളുടെ തലമണ്ടയിലേക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്കും ഈ വാക്യം ഒന്ന് കയറട്ടെ. ഈ അന്ത്യകാലം, കർത്താവിൻ്റെ കാലം, കർത്താവ് വന്ന കാലം മുതൽ അന്ത്യകാലമാ. സ്തോത്രം. 2000 വർഷം കഴിഞ്ഞു. എന്താ കർത്താവ് വരാന്ന് ചോദിച്ചാൽ, ഈ വചനം കേൾക്കുന്ന നീയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും മാനസാന്തരം പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവ് വരാത്തെ. എൻ്റെ കൂടി പ്രതിയാക്കിയാ ഞാൻ പറയുന്നത്. നമ്മൾ മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാംശം പ്രാപിച്ചു. ഇന്നും അതിക്രമം ചെയ്തുകൊണ്ടിരിക്കുക. പല നിലയിലുള്ള അതിക്രമങ്ങൾ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇത് വെളിപ്പെടുത്തി തരും. അത് ദൈവസന്നിധിയിൽ ക്രമീകരണം പ്രാപിച്ചാൽ നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റും, ദൈവകൃപ അനുഭവിക്കാൻ പറ്റും, ദൈവത്തിനുള്ള വിടുതൽ അനുഭവിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചതഞ്ഞ ഓട കിടക്കുന്ന പോലെ കിടക്കും. ഹല്ലേലൂയ. ചതഞ്ഞ ഓട അവൻ എന്ത് ചെയ്യത്തില്ല? തകർത്ത് കളയത്തില്ല, പുകയിലെ തിരി കെടുത്തി കളയത്തില്ല. പക്ഷെ ചതഞ്ഞും പുകഞ്ഞും കിടക്കുന്ന അവസ്ഥ വരും. അനേക ക്രിസ്ത്യ ജീവിതം ചതഞ്ഞും പുകഞ്ഞും കിടക്കുക. സന്തോഷമില്ല, സമാധാനമില്ല, പ്രത്യാശയില്ല, വിടുതലില്ല. കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള ആ വലിയ സന്തോഷം ഹൃദയത്തിൻ്റെ ഉള്ളിലില്ല. അപ്പൊ തന്നെ വിശ്വാസമായിട്ട് കഴിയുക. അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു. ഈ നാം എന്ന സ്ഥാനത്ത് പുതിയ നിയമസഭ എന്ന് പഠിക്കണം. 25 വർഷം പെന്തക്കോസ്തനായിട്ട് തെക്കും വടക്കും നടന്നിട്ട് എനിക്ക് മനസ്സിലാകാൻ പറ്റാത്ത കാര്യങ്ങളാണ് വാത്സല്യ ദൈവത്തിൻ്റെ ജനമേ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പലയിടത്തും പലരും പറഞ്ഞതൊന്നുമല്ല, ദൈവവചനത്തിലൂടെ ഗ്രഹിക്കാൻ മനസ്സിലായത്. ഇനി അവിടെ നിൽക്കട്ടെ. അപ്പം നമ്മൾ ആരായി? പിശാചിനെ ആരാധിച്ചുകൊണ്ടിരുന്നവരാണെന്ന് എഫേസ്യർ 2:2 മനസ്സിലായല്ലോ. ഞാൻ 11:12. ആകയാൽ നിങ്ങൾ, എഫേസ്യർ 2:11-12, ആകയാൽ നിങ്ങൾ മുമ്പ് പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൻ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാരെന്ന് വിളിക്കപ്പെട്ടവരാൽ അഗ്രചർമ്മക്കാരെന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും. നമുക്ക് ഇസ്രായേൽ പൗരതയോട് സംബന്ധമൊന്നുമില്ല. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. പിശാചിനെ ആരാധിച്ചുകൊണ്ടിരുന്നവരായിരുന്നു നമ്മൾ. ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസൽമാൻ ആണെങ്കിലും ജാതിയിൽപ്പെട്ടവനാണോ അവൻ പിശാചിനെ ആരാധിച്ചുകൊണ്ടിരുന്നവരാ. കനാനേക്കാർക്ക് എന്തോ പ്രത്യേകതയുണ്ടെന്ന് അവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ആ വചനപരിജ്ഞാനം കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ ഞങ്ങൾ കനാനെ കുടുംബത്തിൽപ്പെട്ടവരാണ്. ഇന്നാണെങ്കിൽ ഞാൻ പറഞ്ഞത്, സഹോദര, കനാൻ ശപിക്കപ്പെട്ടവനെന്നാണ് പുസ്തകം പറയുന്നത്. നീ കനാനക്കാരനാണെന്ന് ഓർത്ത് നീ വെറുതെ ഊറ്റം കൊള്ളണ്ട, നീ ജാതിയിൽപ്പെട്ടവനാ. അന്ന് എനിക്ക് ആ പരിജ്ഞാനം ഇല്ലായിരുന്നു. ഗൾഫിൽ വെച്ചൊരു സഹോദരൻ പറഞ്ഞതാ, ഇത് കനാന കുടുംബത്തിൽപ്പെട്ടവർ, ഞങ്ങൾ വലിയ ആൾക്കാരാണ്, ഞങ്ങൾ കനാന കുടുംബത്തിലുള്ളവരെ കല്യാണം കഴിക്കുകയുള്ളൂ. ഇതൊക്കെ ബോധമില്ലാത്ത പോക്കാണെന്നുള്ളത് നിങ്ങളത് മനസ്സിലാക്കാനെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജാതികളായിരുന്നു, നമ്മൾ യഹൂദന്മാരല്ല. നമുക്കുള്ള പ്രമാണം ക്രിസ്തുവിൻ്റെ പ്രമാണമാണ്, ക്രിസ്തുവിൻ്റെ ഉപദേശമാണ്. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർവിട്ട് പോകുന്ന ഒരു പെന്തക്കോസ്തുകാരനും ദൈവമില്ല. അങ്ങനെയില്ല അവിടെ. ഞാൻ പറയുക, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിൽക്കാതെ അതിർവിട്ട് പോകുന്ന ഒരുത്തനും, ആ ഒരുത്തണമെന്നുള്ള സ്ഥാനത്ത് ഞാൻ പെന്തക്കോസ്തുകാരനാണെന്ന് തിരികെ കയറ്റി, അത്രേ ഉള്ളൂ. ദൈവമില്ല. നിങ്ങൾ നിരീശ്വരവാദികളാണ്, നിങ്ങൾ കോവൂർ കുടുംബത്തിൽപ്പെട്ടവരാ. നിങ്ങൾ പ്രാർത്ഥിച്ചാലോട്ട് ദൈവം കേൾക്കത്തില്ല. ഉപദേശത്തിൽ നിലനിൽക്കെ, ഉപദേശത്തിൻ്റെ അവസ്ഥയിലേക്ക് വാ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇനി ചില കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് പറയട്ടെ. പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ നിയമ പ്രവചനം എന്താ? സ്തോത്രം. ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. 1 കൊരിന്ത്യർ 14:3.
1 കൊരിന്ത്യർ 14:3 കിട്ടി. നിങ്ങളെല്ലാവരും അന്യഭാഷ അല്ല സോറി 3-ാം വാക്യം. പ്രവചിക്കുന്നവനോ ആത്മീയവർദ്ധനവിനും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. ഇതാ പ്രവചനം. എന്തോ പ്രവചനം? ആത്മീയവർദ്ധനവിനുള്ള പ്രവചനം, പ്രബോധനത്തിനുള്ള പ്രവചനം, ആശ്വാസത്തിനുള്ള പ്രവചനം. പോക്കറ്റ് കീശയിൽ പൈസ കയറുന്ന ആശ്വാസമല്ല. കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും വരുമ്പോൾ ആശ്വസിക്കും. വചനത്തിലൂടെ ആശ്വസിപ്പിക്കുന്നവനും നമ്മെ ആശ്വസിപ്പിക്കും. ഇങ്ങനെ സകല വചനം കൊണ്ടും ആശ്വസിച്ചു കൊള്ളുവീൻ തെസ്സലോനിക്കലേതിലുണ്ട്. ആ ആശ്വാസം അല്ലാതെ വിസ വരും, കാറ് വരും, ലോറി വരും എന്നുള്ള ആശ്വാസം അല്ല. മക്കളെല്ലാം വിദേശത്ത് പോകുമെന്നുള്ള ആശ്വാസമല്ല. ഇന്ന് പുതിയ നിയമസഭയിൽ പ്രവചിക്കുന്ന പ്രവചകന്മാർ 99.25% ഖണ്ഡനം ചെയ്ത് ദൂരെ കളയുക. ഇവരാരും പ്രവാചകന്മാരല്ല, അല്ല കള്ളപ്രവാചകന്മാരാ. ഒരെണ്ണം പറയുന്നത് കേൾക്കരുത്. ആ പ്രവാചകൻ പറയുമ്പോൾ എന്തുണ്ടായിരിക്കണം? ആത്മീയവർദ്ധനവിനുള്ള വചനം ഉണ്ടായിരിക്കണം, പ്രബോധനം ഉണ്ടാകണം, രോഗത്തിലും ദുഃഖത്തിലോ പ്രയാസത്തിലോ ആശ്വാസം ഉണ്ടാകണം. അതാണ് പ്രവചനം. ഇനി അടുത്ത് യൂദയും ശീലാസും പ്രവാചകന്മാരാകയാൽ, പ്രവൃത്തി പുസ്തകം 15:32. യൂദയും ശീലാസും പ്രവാചകന്മാരാകിയാൽ പല വചനങ്ങളെ കൊണ്ട് അവരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു പോന്നു. ഞാനൊരു പ്രവാചകനാ, പല വചനം കൊണ്ട് നിങ്ങളെ പ്രബോധിപ്പിച്ച് ഉറപ്പിക്കുക. പുതിയ നിയമ ശുശ്രൂഷകൻ ഒരു പ്രവാചകനാ, ഒരു പുരോഹിതനാ. പഴയ നിയമത്തിലെ പുരോഹിതനും പഴയ നിയമത്തിലെ പ്രവാചകനും അല്ലെന്നേ ഉള്ളൂ. പഴയ നിയമത്തിലെ പ്രവചനം വേറെ, പുതിയ നിയമത്തിലെ പ്രവചനം വേറെ. പുതിയ നിയമത്തിലെ ശരിയായ പ്രവചനം 1 കൊരിന്ത്യർ 14:3, ബുക്ക് ഓഫ് ആക്ട്സ് 15 പ്രവൃത്തി 15:32. യൂദയും ശീലാസും പ്രവാചകന്മാരാണ്, പല വചനങ്ങളും കൊണ്ട് പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. ഞാൻ പ്രവചിച്ചിട്ടുണ്ട്, വചനമെടുത്ത് പ്രവചിച്ചിട്ടുണ്ട്. വിദേശത്തായിരുന്ന, അമേരിക്കയിലായിരുന്ന ഒരു പാസ്റ്ററിന്റെ ചരിത്രം ഭാര്യ വന്ന് എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞു? പാസ്റ്റർ അമേരിക്കയിൽ കുടുങ്ങി കിടക്കുക, ഞങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടം അനുഭവിക്കുക, എങ്ങനെയും പാസ്റ്ററിനെ അവിടെ നിന്ന് ഉന്തിത്തള്ളി ഇങ്ങോട്ട് വിടാനായിട്ട് കാശുണ്ടാക്കാൻ പോയതായിരിക്കും, എനിക്കറിയില്ല. ഏത് നിലയിൽ പോയെന്നൊന്നും എനിക്കറിയില്ല. എനിവേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി കിടന്ന് ചക്രശ്വാസം വലിക്കുക. ഗൾഫിൽ വെച്ചുണ്ടായിട്ടുണ്ട് ഇഷ്ടംപോലെ പ്രവാചകന്മാർ. കാരണം ഒരല്പം വചനം അറിയുന്ന ശുശ്രൂഷന്മാരെ ഇവരെ അടുപ്പിക്കത്തില്ല, മാറ്റി നിർത്തി എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടും. കാരണം വലിഞ്ഞു കയറി വന്നതല്ലേ. ഈ നാണംകെട്ട പ്രവൃത്തിക്ക് ഇനിയെങ്കിലും നിൽക്കരുത് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുക. അങ്ങനെയുള്ളവർ ഇത് കേൾക്കുന്നെങ്കിൽ ഇഷ്ടംപോലെ അവിടെ നിന്ന് ഉന്തിത്തള്ളി ഇങ്ങോട്ട് വിട്ട ചരിത്രങ്ങൾ എനിക്കറിയാം. പക്ഷെ പോൾ ഗോപാലകൃഷ്ണൻ അത് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. വാത്സല്യ ദൈവമക്കളെ, ഞാൻ എന്തിനാ ഇത് പറയുന്നത്? പ്രവചനം എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കുക. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ലിഖിതമായൊരു പ്രമാണം അവരുടെ കയ്യിലില്ലായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ള വചനം, എനിക്ക് കിട്ടിയ പഠനം, യെശയ്യാ പ്രവചനം ഒരു 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 എന്താ പറയുക, ഒരു ഓട്ടോറിക്ഷയിൽ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ പെട്ടി ഓട്ടോറിക്ഷയിൽ കൊണ്ടുവരണം. അതുപോലുള്ള തുകലിൻ്റെ ചുരുളായിരുന്നു. മൃഗങ്ങളുടെ തുകലിൽ എഴുതിയ ചുരുൾ. അന്നത്തെ കാലഘട്ടത്ത്, ഇന്ന് നമ്മൾ എത്ര മനോഹരമായ കാലഘട്ടത്താണ് ജീവിക്കുന്നത്. എത്ര മനോഹരമായ നിലയിൽ ക്രിസ്ത്യൻ മിഷണറിമാർ പ്രസ്സുകൾ ഉണ്ടാക്കി പ്രിന്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. ക്രിസ്തീയ മിഷണന്മാരുടെ സംഭാവനയാണ് ബൈബിൾ പ്രിന്റ് ചെയ്തതും. പ്രിന്റിങ് എന്നുള്ള സിസ്റ്റം തന്നെ ഇപ്പം അവരെ ഇവിടെ നിന്ന് ഓടിക്കണമെന്നാണ് പറയുന്നത്. സ്തോത്രം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പം അന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നു. എന്നാൽ അതിനെന്ത് സംഭവിച്ചു? ആ പ്രവചനം തുകൽ ചുരുളുകളിൽ നിന്ന് പുരോഹിതനത് ഗ്രഹിച്ച് ജനത്തിന് പകർന്നു കൊടുക്കും. എന്നാൽ ഇന്ന് 66 പ്രവചന പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന, പ്രവചന പുസ്തകങ്ങൾ ഉൾപ്പെടെ പുതിയ നിയമസഭയുടെ ചരിത്ര പുസ്തകം, പഴയ നിയമത്തിലെ ന്യായപ്രമാണം എല്ലാം കൂടി ചേർത്ത് നമ്മുടെ കയ്യിൽ ദൈവത്തിൻ്റെ വചനം തന്നിട്ടുണ്ട്. ഇത് പ്രവചന പുസ്തകമാണ്. ഇത് നീ പ്രാർത്ഥിച്ച് വായിച്ച് പഠിച്ച് നിനക്ക് കിട്ടും പ്രവചനം. സത്യവേദ പുസ്തകം കുത്തിയിരുന്ന് വായിച്ച് പഠിക്കണം, തേരാപ്പാര നടക്കാതെ. വായിച്ച് പഠിച്ചാൽ ഈ പ്രവചനത്തിൻ്റെ അർത്ഥങ്ങൾ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. എന്നോട് ചോദിച്ചു, അമേരിക്കൻ മടങ്ങി വരും. ഞാൻ പറഞ്ഞു, മടങ്ങി വരും എന്നുള്ളത് ഒരു വചനമല്ലേ? നിങ്ങളുടെ പാസ്റ്റർ മടങ്ങി വരും, സ്വദേശത്തേക്ക് മടങ്ങി വരും എന്ന് പ്രവചിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ സംഭവിച്ചു. അവസാനം ഈ 10 വചനം പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് കയറി അങ്ങ് ഉടക്കുകയും ചെയ്തു. ഇപ്പം ഞാൻ അങ്ങോട്ടൊന്നും പോകാറില്ല.
ഈ ഉപദേശം പറയുമ്പോൾ പലർക്കും അങ്ങോട്ട് ദഹിക്കത്തില്ല. എന്ത് ചെയ്യാനാ? ദഹിക്കാത്തവരുമായിട്ട് എനിക്ക് കൂട്ടായ്മയില്ല. അവരെന്തെങ്കിലും ചെയ്യട്ടെ. ഈ ഉപദേശ സത്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരുമായിട്ട് മാത്രമേ എനിക്ക് കൂട്ടായ്മയുള്ളൂ. അതിന് 2 പേരാണെങ്കിലും ഒരാളാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. പണ്ടൊരു പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഏലിയാവ് പ്രമാണത്തിന് വേണ്ടി ഒറ്റയ്ക്ക് നിന്ന് കർമ്മേലിൻ്റെ കൊടുമുടിയിൽ ശത്രുക്കളുടെ ഒരു വലിയ നിര എതിരെ നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് ഏലിയാവ് നിന്നു. എന്താ സംഭവിച്ചേ? ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ മുൻപാകെ ശത്രുക്കൾ മുട്ടുമടക്കി. തീ കൊണ്ട് ദൈവം ഉത്തരമരളി. ഒരെണ്ണം ചാടിപ്പോകരുത്, എല്ലാത്തിനെയും വെട്ടിക്കൊല്ലാൻ പറഞ്ഞു പ്രവാചകൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ഇനി പ്രവചനത്തെ കുറിച്ച് വേറൊരു ഭാഗം കൂടി പറയുന്നത് ഞാൻ പറഞ്ഞ് എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം. പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 19, 20, 21 വാക്യങ്ങൾ. പ്രവചന വാക്യവും അധികം സ്ഥിരമായി നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ ഹൃദയത്തിൽ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്ന് തന്നെ ആദ്യം അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിക്കുന്നത് അത്രേ. ദൈവത്തിന്റെ കൽപ്പനകൾ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ എടുത്ത് പറയുന്നതാണ് പ്രവചനം. മനസ്സിലായോ? കൂടുതൽ വിശദീകരണം തരാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. ഈ പ്രവചനവാക്യം ഹൃദയത്തിൽ കരുതിക്കൊള്ളൂ എന്ന് പറയുന്നതിന്റെ കാര്യം എന്താ? നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുമ്പോളും ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ പ്രവചനവാക്യങ്ങളെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കരുതിക്കൊള്ളണമെന്നാണ് ഇതിൻ്റെ ശരിയായ ആത്മീക വേഷൻ അർത്ഥം. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ? പ്രവചനവാക്യം അധികം സ്ഥിരമായി നമുക്ക് ഉണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഹൃദയങ്ങളിലല്ല ഉദയനക്ഷത്രം ഉദിക്കുന്നത്. ഉദയനക്ഷത്രം കർത്താവാ. മേഘപ്രതീക്ഷയിൽ കർത്താവ് വരുന്നവരെ എന്നാണ് എൻ്റെ അർത്ഥം. ഇത് ഭാഷാന്തരത്തിൽ വന്നൊരു മിസ്റ്റേക്ക്. ഞാൻ പറഞ്ഞല്ലോ, ബൈബിളിൽ അങ്ങനെ ചില മിസ്റ്റേക്കുകളുണ്ട്. അത് തിരുത്തി പോകാൻ നമുക്ക് കഴിയണം. അതിന് വചനജ്ഞാനമുള്ളവർ നമുക്ക് തിരുത്തി തരണം. അപ്പോഴാണ് ഇത് മനസ്സിലായത്. 25 വർഷം ചക്കും ചുക്കും അറിഞ്ഞുകൂടാതെ ഞാൻ നടന്നപ്പോൾ വചനജ്ഞാനമുള്ളവർ, വചനം ഭരമേൽപ്പിക്കപ്പെട്ടവർ, അവരുടെ കീഴിൽ വർഷങ്ങൾ ഏലിയാവിൻ്റെ കീഴെ ഏലിശ ശീലിച്ചതുപോലെ ശിഷ്യത്വം ശീലിച്ച് ജീവിച്ചതുപോലെ ജീവിച്ചത് കൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. ഇല്ലെങ്കിൽ ഇതൊന്നും കിട്ടത്തില്ല. ഇന്നത്തെ ഭാഷമാട് പറയാൻ നടന്നെങ്കിൽ എപ്പോൾ ഞാൻ യാതനാ സ്ഥലത്ത് എത്തിയെന്ന്, എപ്പോഴേ എത്തിയെന്നെ, എല്ലാം കൂടി എന്നെ കൊന്നു കുടിച്ചും കൂടി തന്നെ. കാരണം പുസ്തകം അറിയാവുന്നവരാണോ ഇന്ന് പ്രസംഗിക്കുന്നത്? വേദപുസ്തകം അറിയാവുന്നവരാണോ ഇന്ന് പ്രസംഗിക്കുന്നത്? ഒരു സംശയം ചോദിച്ചാൽ സംശയ നിവാരണം വരുത്താൻ അവർക്ക് കഴിയുമോ? എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ഹല്ലേലൂയ. അപ്പോൾ നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം സ്വത്രം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ ഈ പ്രവചനവാക്യങ്ങളെ ഹൃദയങ്ങളിൽ കരുതിക്കൊള്ളണം. നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവചനവാക്യങ്ങളെ കരുതണം. പ്രവചനം എന്താ? മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകൾ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് പറയുന്നതാണ് കൽപ്പന. പ്രവചനം കൽപ്പന. നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം. ഞാൻ എഴുതുന്നത് ദൈവത്തിന്റെ കൽപ്പന. അപ്പൊ പൗലൂസ് തന്നിരിക്കുന്ന ദൈവത്തിന്റെ കൽപ്പന, പത്രോസ് തന്നിരിക്കുന്ന ദൈവത്തിന്റെ കൽപ്പന, യോഹന്നാൻ തന്നിരിക്കുന്ന ദൈവത്തിന്റെ കൽപ്പന, യൂദ തന്നിരിക്കുന്നത് ദൈവത്തിന്റെ കൽപ്പന, 5 അപ്പോസ്തലന്മാർ തന്നിരിക്കുന്നത് ദൈവത്തിന്റെ കൽപ്പനകളാണ്. ആ വാക്കിനാൽ തന്നത് ലൂക്കോസ് തരുന്ന പ്രവൃത്തി പുസ്തകത്തിൽ. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങൾ, ഇത് കൽപ്പനകളാണ്. ഇത് തട്ടിക്കളയരുത്. കർത്താവും അപ്പോസ്തലന്മാരും തന്നിരിക്കുന്ന കൽപ്പനകൾ തട്ടിക്കളയരുത്. പഴയ നിയമത്തിലിട്ട് ജനത്തെ ഉരുട്ടരുത്. പഴയ നിയമം പ്രസംഗിച്ച് യുദ്ധവും പിന്നെ ഭൗതിക അനുഗ്രഹങ്ങളും കൊണ്ട് ജനത്തെ നശിപ്പിക്കരുത്. അങ്ങനെ നശിപ്പിച്ചാൽ അതിൻ്റെ കണക്ക് നിങ്ങൾ ദൈവത്തോട് കൊടുക്കേണ്ടി വരും. എനിക്കതേ പറയാനുള്ളൂ. അതുകൊണ്ട് പുതിയ നിയമ പ്രവചനം എന്താണെന്നും ആ പ്രവചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിൽക്കാൻ ഇടയായി തീരണമെന്ന് എന്നോട് സംശയം ചോദിച്ച സഹോദരങ്ങളോടും ഈ വചനം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരോടും ഞാൻ പറഞ്ഞുകൊണ്ട് 2ാമത്തെ ക്ലിപ്പിലേക്ക് നമ്മൾ കയറുകയാണ്. സ്തോത്രം.